ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 190 സാധു ശിവപ്രസാദിൻ്റെ പ്രഭാഷണം. ഭാഗം 190 സാധു ശിവപ്രസാദിൻ്റെ പ്രഭാഷണം ഇവിടെ ആരംഭിക്കുന്നു. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൻ്റെ ഷഡാധാര പ്രതിഷ്ഠ നടത്തിയ ശേഷം ഗുരുദേവൻ വിശ്രമിച്ചിരുന്നത് ഒയറ്റി കൃഷ്ണൻ വക്കീൽ എന്ന ഒരു ഭക്തൻ്റെ വസതിയിലായിരുന്നു. അവിടുത്തെ വീട്ടുമുറ്റത്ത് ഒരുക്കി അലങ്കരിച്ചിരുന്ന വലിയൊരു പന്തലിൽ ഗുരുദേവൻ ഇരിക്കുകയായിരുന്നു. പല നാടുകളിൽ നിന്നായി ധാരാളം പ്രമുഖരും മാന്യ വ്യക്തികളും അപ്പോൾ അവിടെ എത്തി ഗുരുദേവന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരവസരമാണതെന്ന് ഗുരുദേവന് തോന്നി. ഉടൻ ഗുരുദേവൻ അവിടെ നിന്നിരുന്നവരോടായി അന്വേഷിച്ചു, ശിവപ്രസാദ് എവിടെ? ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന ഒരു യുവ സന്യാസിയായിരുന്നു സാധു ശിവപ്രസാദ്. വിദ്വാനും വാഗ്മിയുമായിരുന്ന അദ്ദേഹം കണ്ണൂർ സ്വദേശിയുമായിരുന്നു. ഗുരുദേവൻ അന്വേഷിക്കുന്നു എന്ന വിവരമറിഞ്ഞ സാധു ശിവപ്രസാദ് ഒയറ്റി വസതിയിലേക്ക് വേഗം ഓടി വന്നു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഇവിടെ ജനങ്ങൾ ഇരുന്ന് മുഷിയുന്നു, സംസാരിക്കുക. പെട്ടെന്നുണ്ടായ കൽപ്പനയായിരുന്നു അതെന്നതിനാൽ ഒരു പ്രഭാഷണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുവാൻ അദ്ദേഹത്തിന് നേരമുണ്ടായിരുന്നില്ല. എങ്കിലും ആശങ്കയൊട്ടുമുണ്ടായതുമില്ല. ഗുരുദേവൻ്റെ അനുഗ്രഹം വാങ്ങി സാധു ശിവപ്രസാദ് ക്ഷേത്രത്തെപ്പറ്റിയും അതുകൊണ്ടുള്ള പ്രയോജനത്തെപ്പറ്റിയും സംസാരിച്ചു തുടങ്ങി. ആ പ്രഭാഷണം ശ്രോതാക്കളെ ഒന്നടങ്കം വിസ്മയഭരിതരാക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്തു. അത്രമേൽ പ്രൗഢമായിരുന്നു ആ സംസാരം. മദ്രാസിൽ നിന്നും എത്തിയിരുന്ന ഒരു പ്രൊഫസർ ആ പ്രഭാഷണം കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 20 കൊല്ലമായി ഗോപാലകൃഷ്ണ ഗോഖലെ മുതലുള്ള മഹാത്മാക്കളുടെയും വിദ്വാൻമാരുടെയും പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രൗഢവും ജ്ഞാനപ്രദവുമായ ഒരു പ്രസംഗം ഞാനിതാദ്യമായി കേൾക്കുകയാണ്. സ്വാമി തൃപ്പാദങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ വിധം ഒരു പ്രസംഗം നടത്തുവാൻ സാധിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് വേദിയിലുണ്ടായിരുന്ന പലരും അതിനോട് യോജിച്ച് സംസാരിച്ചു തുടങ്ങി. അതെല്ലാം കണ്ടിട്ട് ഗുരുദേവൻ ഒരു മന്ദസ്മിതം തൂകിയിരുന്നു. അതിനുശേഷം സാധു ശിവപ്രസാദ് അനേകം പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഗുരുദേവ സാന്നിധ്യത്തിൽ അന്നു നടത്തിയ പ്രഭാഷണം പോലെ ഒന്ന് നടത്തുവാൻ അദ്ദേഹത്തിന് ഒരിക്കൽ പോലും കഴിയുകയുണ്ടായില്ല. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 190 സാധു ശിവപ്രസാദിൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.
ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.